വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് തിരുവോണമാണ്. ഹാപ്പി ഓണം ഞാൻ ആദ്യം തന്നെ എല്ലാവരോടും പറയട്ടെ. സോ എല്ലാവരും ഓണക്കോടിയൊക്കെ ഇട്ട് രാവിലെ അമ്പലത്തിലൊക്കെ പോയി എന്ന് വിശ്വസിക്കുന്നു. ഞാനും എൻ്റെ പുതിയ ഓണക്കോടിയാണിത്. അതായത് വേറൊരു ആവശ്യത്തിന് വേണ്ടി ഞാൻ സ്റ്റിച്ച് ചെയ്യിച്ചതാണെങ്കിലും ഞാൻ ഇന്ന് ഓണക്കോടി, കാരണം ഇത് വേറൊരു ഇട്ടിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഓണക്കോടി തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാമല്ലോ. കാരണം ഓണം തീം കസവുമായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ മാച്ചിങ് ഉണ്ട്. അപ്പം ഞാനും എൻ്റെ ഓണക്കോടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ ഞാൻ ആദ്യം തന്നെ നേരുന്നു. ദെൻ ഇന്നത്തെ വീഡിയോ ആക്ച്വലി വേറൊന്നുമില്ല. ഞങ്ങൾ രാവിലെ ഓണം ആകുമ്പോഴത്തേക്കും കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കണം മസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളൊരു ഫോട്ടോസും വീഡിയോസും എടുക്കാൻ വീടിനടുത്തുള്ളൊരു സ്ഥലത്തോട്ട് വന്നിരിക്കുകയാണ്. ശരിക്കും അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസ് ആണ് കേട്ടോ. ഇത് ഒരു കുറച്ച് കുന്നും മലയും ഒക്കെ താണ്ടിയിട്ടാണ് ഞങ്ങൾ ആക്ച്വലി ഇവിടെ എത്തിയത്. ഞാൻ ആ വ്യൂ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ആക്ച്വലി നമ്മുടെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ വ്യൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഫോണിൽ എത്രത്തോളം നമ്മൾ ക്യാപ്ചർ ചെയ്യുമ്പോൾ നല്ലതാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ വ്യൂ. അത്രയും നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ഇത്. ഇത്രയും നല്ല സ്ഥലമൊക്കെ ഞങ്ങളുടെ വീടിനടുത്തുണ്ടായിട്ട് ഞങ്ങൾ ഇത്രയും കാലം മൈൻഡ് ആക്കിയില്ല. പക്ഷേ ഇന്ന് ഒരു ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചു ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയതാ. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ. സോ ഗൈസ്, ഒരു കാടും മഴയും താണ്ടിയൊക്കെയാണ് ഞങ്ങളിവിടെ വന്നേക്കുന്നത്. രാവിലെ വന്ന സമയത്ത് നല്ല വെയിലും മഴയൊക്കെ ഉണ്ടായിരുന്നു. ചെറിയ മഴ. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആകും എന്നൊട്ടും എക്സ്പെക്ട് ചെയ്തില്ല. കാരണം നല്ല ഒരു മഴക്കാറുണ്ടായിരുന്നു. രാവിലെ മഴയുണ്ടായിരുന്നു. നൈറ്റ് ഫുൾ മഴയായിരുന്നു. അപ്പം ഒട്ടും ഈ ഒരു ഓണം ഇത്രയും ഹെവി ആയിരിക്കും അല്ലെങ്കിൽ നൈസ് ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം മഴ പെയ്യുമ്പോൾ യൂഷ്വലി നമ്മുടെ മൂഡ് ബാഡ് ആവുമല്ലോ. അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒട്ടും നല്ലതായിരിക്കില്ല എന്ന് എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു ഓണമായിരുന്നു. പക്ഷേ ദൈവം സഹായിച്ച് അത്യാവശ്യം ഈ ഒരു ടൈമിലൊക്കെ മഴയൊക്കെ മാറി നിന്ന് സഹായിച്ചത് കൊണ്ട് നമുക്ക് നല്ല ഒരു ഞങ്ങൾക്ക് കുറച്ച് നല്ല ഫോട്ടോസ് കിട്ടി. നമുക്ക് ഓണവും നല്ല രീതിക്ക് ആഘോഷിക്കാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അറിയില്ല, ഇപ്പോഴും മഴക്കാറുണ്ട്. മഴ പെയ്യാനും പെയ്യാതിരിക്കാനും ഒക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. ബൈ ദ വേ, എൻ്റെ ഈ ഔട്ട്ഫിറ്റ് എല്ലാവർക്കും ഇഷ്ടമായോ? ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. മെറ്റീരിയൽ ഞാൻ നമ്മുടെ പരാഗിൽ നിന്ന് എടുത്തിട്ട് ഞാൻ ഈ ഒരു ഡിസൈനൊക്കെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുത്തതാണ്. ആക്ച്വലി ഞാനിത് വേറൊരു ഷൂട്ടിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത ഒരു കോസ്റ്റ്യൂമാണ് അന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഓണമൊക്കെ അല്ലേ, ഒരു ഓണം തീം പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതിനും ഞാനിത് ആഡ് ചെയ്തതാണ്. സോ യെസ്, ഞാൻ ആക്ച്വലി നിങ്ങളോട് കാടും മടലും ഒക്കെ താണ്ടിയാണ് വരുന്നതെന്ന് പറഞ്ഞില്ലേ. നിങ്ങൾക്ക് അന്നേരം വിശ്വാസമായി കാണില്ല. പക്ഷേ ഞാനിപ്പോൾ കാണിച്ചു തരാം ആ ഒരു സ്ട്രഗിൾ. ലുക്ക് ദിസ്, കണ്ടോ? ഈ റബ്ബർ കാടുകളുടെ ഇടയിൽ കൂടെയൊക്കെയാണ് ഞങ്ങൾ വന്നത്. ഈ വ്യൂ കണ്ടോ? ഈ ഒരൊറ്റ വ്യൂവിന് വേണ്ടിയിട്ടാണ് ഇത്രയും സ്ട്രഗിള് ഞങ്ങൾ ചെയ്തത്. സോ കിതയ്ക്കുന്നതൊന്നും വേറൊന്നും കൊണ്ടല്ല, ഭയങ്കര എന്താ പറയുക, കുത്ത് കയറ്റമൊക്കെ കയറിയിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോൾ യെസ്, ഞാൻ ഈ ഒരു വീഡിയോ ശരിക്കും പറഞ്ഞാൽ ചെയ്യണോ വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിച്ചു. കാരണം എന്താ പറയുക, പ്രത്യേകിച്ച് വലിയ കണ്ടന്റ് ഒന്നും ഇല്ലെന്ന്. പക്ഷേ തിരുവോണമായിട്ടൊരു വ്ളോഗ് ഇടാതെ നമ്മൾ എങ്ങനെയാണ് തിരുവോണം അവസാനിപ്പിക്കുക അല്ലേ? കണ്ടോ എൻ്റെ അവസ്ഥ, കണ്ടോ നിങ്ങൾ? ഇതാണ് ഞാൻ വന്ന വഴി. ഞാൻ കിതയ്ക്കുന്നതിൻ്റെ ഒരു നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. കണ്ടോ ഗൈസ്? യൂഷ്വലി റബ്ബറൊക്കെ ഇതുപോലെ ലെവൽ ചെയ്താണല്ലോ ഇടുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ കൂടെയൊക്കെയാണ് ഞാനിങ്ങനെ നടന്നിറങ്ങിപ്പോയത് വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട്. ഇതിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. കണ്ടില്ലേ? ഒരു എന്താ പറയുക, കോണ്ടൻറ് ക്രിയേറ്ററുടെ ദീനരോധനമാണിത്. കാരണം നമ്മൾ നിങ്ങൾ കാണുന്ന ഔട്ട്പുട്ടിന് പുറകിൽ ഈ BTS വീഡിയോസാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊക്കെ എൻകറേജ് ചെയ്യേണ്ടത്. കാരണം അത്രയ്ക്ക് കഷ്ടപ്പാടാണ് ഒരു വീഡിയോയുടെ പിന്നിലുള്ളത്. ഈ വീഡിയോ എന്തായാലും എനിക്ക് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ വോയിസ് ഓവർ ഒന്നും കൊടുക്കാൻ നിൽക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ സംസാരിക്കാമെന്ന് വിചാരിച്ചു. യെസ്, അങ്ങനെ ഒന്ന് ശ്വാസം വിട്ടോട്ടെ. ഓഹ് മൈ ഗോഡ്. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുത്തു. എല്ലാവരും ഒന്ന് കാണുക. ഞാൻ ഇന്ന് തന്നെ എന്തായാലും ഒരെണ്ണമെങ്കിലും അറ്റ്ലീസ്റ്റ് അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നെന്തായാലും വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഫാമിലിയായിട്ട് നമ്മൾ ഓണം ആഘോഷിക്കുമ്പോൾ ആ ഒരു മൊമെൻറ്റ്സിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോയും ക്യാമറ ഒക്കെ പിടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്രയും എൻജോയ് ചെയ്ത് നമുക്ക് ആ ഒരു മൊമെൻറ്റ് എൻജോയ് ചെയ്യാൻ പറ്റില്ലല്ലോ ഫാമിലിയായിട്ട്. അപ്പോൾ ഐ തോട്ട് ഓഫ് കീപ്പിംഗ് ഇറ്റ് പ്രൈവറ്റ്. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് അൽകുലത്തെ പരിപാടികൾ നമ്മൾ ഇതിനിടയ്ക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്യല്ലോ. അതിൽ നമ്മുടെ മുഖം മാത്രമല്ലേ കാണുന്നുള്ളൂ. കുറച്ച് ഓണവിശേഷം ചോദിക്കണം. എങ്ങനെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നത്? എല്ലാവരുടെ വീട്ടിലും പായസമൊക്കെ വെച്ചോ? ഞങ്ങളുടെ വീട്ടിൽ പാലടയായിരുന്നു ഇന്ന്. കാരണം ഞങ്ങൾ നല്ല ബോളിയൊക്കെ മേടിച്ചു. അപ്പം ബോളി വിത്ത് പാലടയാണല്ലോ ആ ഒരു കോമ്പിനേഷൻ. പിന്നെ എല്ലാ ഐറ്റംസും കുറച്ച് വെച്ചിട്ട് ഞങ്ങൾ ഫുഡ് എല്ലാം സെറ്റാക്കിയിട്ടാണ് വീഡിയോ എടുക്കാനായിട്ട് വന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും വീട്ടിലൊരു പണി എടുക്കാണ്ട് ഞങ്ങളിവിടെ വീഡിയോയും ഫോട്ടോസും എടുക്കുകയാണ്. ഒരിക്കലും അല്ല. ഞങ്ങൾ രാവിലെ എഴുതിച്ച് ഇന്ന് തലേ ദിവസം തന്നെ എല്ലാം ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ച് വെജിറ്റബിൾസ് എല്ലാം ഇന്ന് കാലത്ത് എഴുതിച്ച് എല്ലാ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കി രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ടാണ് ഫോട്ടോസ് എടുക്കാൻ വന്നിരിക്കുന്നത്. കാരണം നമുക്ക് ഫോട്ടോസ് ഇമ്പോർട്ടൻ്റ് ആണല്ലോ. കാരണം മെമ്മറീസ് എപ്പോഴും ഹോൾഡ് ചെയ്യുന്ന ഫോട്ടോസ് ആണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. ഐ ഹോപ്പ് കുറേ ആൾക്കാർ ആ ഒരു സെയിം മെൻറ്റാലിറ്റിയോട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്.
ഒന്നും കൂടി എല്ലാവർക്കും ഹാപ്പി ഓണം ഞാൻ ഈ റബ്ബർ കാട്ടിൽ നിന്ന് നേരുന്നു. ഓക്കെ, കുറച്ച് അധികം എനിക്ക് നടക്കാനുണ്ട്. ക്യാമറയും തൂക്കി പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. ഞാൻ ഇനി മറ്റേ എല്ലാം കൂടെ വാരി പൊക്കി നടന്നാലേ അങ്ങനത്തെത്തുള്ളൂ. കാരണം ഹീൽസൊക്കെ ഇട്ടിട്ട് നടക്കുന്ന വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞാൻ വീണ്ടും പറയണം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ആൻഡ് ഹാപ്പി ഓണം.